ഞാൻ നിങ്ങളുടെ MLA സംസാരിക്കുന്ന സെക്കൻഡ് വരെ ഞാൻ വിചാരിച്ചത് ഹീസ് പ്രിപ്പയറിങ് യു ഫോർ ആർ ഫ്യൂച്ചർ. നാടിൻ്റെ നല്ല നാളേക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളതാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് വരെയും ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചിരുന്ന ആശയം. പക്ഷെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം നിങ്ങളെ അഡ്രസ്സ് ചെയ്തപ്പം അപ്പം എനിക്ക് അതിനോട് ഒരു വരിയും കൂടെ ചേർക്കാൻ ആഗ്രഹം തോന്നുകയാണ്. നാടിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ളത് കൂടെ ഈ വേദിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരം ഒരു ഇനീഷ്യേറ്റീവ്, ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ആകെ തുക അതാണ്. നാട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നാടിനു വേണ്ടിയും നമ്മൾ നമുക്ക് വേണ്ടിയും ഒരുങ്ങുന്നതിനെ കായംകുളത്തിൻ്റെ നാളെ സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളുടെ കരുത്ത് പകരാൻ പ്രൗഡ് കായംകുളം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഇനീഷ്യേറ്റീവിൻ്റെ പേര് മാത്രമല്ല, അത് നാളെ ഈ നാടിൻ്റെ അഭിമാന ബോധമായി മാറുമെന്ന് സ്വപ്നം കാണുന്ന ഒരു ജനപ്രതിനിധിയുടെ മനോഹരമായ ഒരു ഇനീഷ്യേറ്റീവിൽ ഈ സംഗമത്തിൽ വേദിയിലെ പ്രഗത്ഭന്മാരായ ആളുകളോടൊപ്പം നിങ്ങൾക്കുമൊപ്പം അല്പസമയം ചെലവിടാൻ അവസരം ലഭിച്ചതിന്, എന്നെ ക്ഷണിച്ചതിന് കേരളത്തിൻ്റെ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രിയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ വേദിയിൽ അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വേദിയിൽ പരിചയപ്പെട്ട ഏറ്റവും ചെറുപ്പമുള്ള ആൾക്ക് 92 വയസ്സായി. ഞാൻ ഈ വേദിയിൽ പരിചയപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾക്ക് 92 വയസ്സായി. അരിതാ ബാബുവിനേക്കാളും ചെറുപ്പമാണ് ദേവകി അമ്മയ്ക്ക് എന്നുള്ളത് അവരോട് സംസാരിച്ചപ്പം മനസ്സിലാവുക. ഞാൻ വെറുതെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, അമ്മ എന്ന് മുതലാണ് ഈ മരത്തൈയൊക്കെ നടാൻ തുടങ്ങിയതെന്ന്. അപ്പം 40ാമത്തെ വയസ്സിലോ മറ്റൊരു ആക്സിഡന്റ് ഉണ്ടായി കാലിന് മേലാതെ വീട്ടിൽ കടന്ന സമയം തൊട്ട് തുടങ്ങി 42ാമത്തെ വയസ്സിൽ ആദ്യത്തെ തൈ നട്ട് തുടങ്ങിയ ഒരു യാത്ര ഇപ്പൊ 91 വയസ്സ് കഴിഞ്ഞ് 92ാമത്തെ വയസ്സിലേക്ക് കടന്ന് 50 വർഷം മരത്തൈകൾ നട്ട ഒരമ്മ പറയുമ്പോൾ ആ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്താ കിട്ടുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ കണക്കൂട്ടിയത് ദൈവമേ 4.5 ഏക്കറിന് സെന്റിന് ഉത്തര വിലയുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ പിന്നെ ആലോചിച്ചത് മക്കള് എന്തായിരിക്കും 4.5 ഏക്കർ സ്ഥലം വെറുതെ മരം നട്ട് പോകുമ്പോൾ ഇതെന്താ ഇവർ ചെയ്യാന്ന് വിചാരിക്കണ്ട ഡോക്ടർ. മക്കൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, കുടുംബക്കാരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഈ ആലപ്പുഴയെ പറ്റി എല്ലാവരും പറയുന്നത് ആലപ്പുഴക്ക് അങ്ങനെ ഒരു പറച്ചിലില്ലേ, കാടില്ല എന്നുള്ളത് അല്ലേ, അങ്ങനെ ഒരു പറച്ചിൽ ആലപ്പുഴയ്ക്കുണ്ട്. ആലപ്പുഴയ്ക്കില്ലാത്ത കാടിനെ 50 വർഷം കൊണ്ട് ഈ നാടിനു വേണ്ടി നട്ട് വളർത്തി വലുതാക്കി ഉണ്ടാക്കിയ ഒരമ്മയുടെ അനുഗ്രഹം എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായിരിക്കുമെന്ന കാര്യത്തിനോട് സംശയം വേണം. അപ്പോഴും എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, എനിക്ക് തൃപ്തികരമായിട്ടൊരു ഉത്തരത്തിന് ഞാൻ ചോദിച്ചാൽ എന്താ അമ്മയ്ക്ക് എന്താ തോന്നണേന്ന്. അപ്പം പറഞ്ഞു വന്നത്, ഒരു മരം നട്ടിട്ട് അത് വളർന്നു വരുമ്പോൾ, അത് വലുതാവുമ്പോൾ, അത് തണൽ വിരിക്കുമ്പോൾ, അതിൽ കായ്ഫലങ്ങൾ ഉണ്ടാവുമ്പോൾ, അത് മരുന്നിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷത്തിനേക്കാളും സംതൃപ്തിയേക്കാളും വലുതൊന്നല്ലോ മറ്റൊന്നുമെന്ന് ഈ അമ്മ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ മെസ്സേജ്, ഞാൻ കാണുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ബോധം ഒന്നുമില്ലാതെ, എന്താണ് ചുറ്റുപാടും നടക്കുന്നതെന്ന് ഒന്നും അറിയാതെ, ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ചില കുത്തിവെപ്പുകളും ചില വലിക്കലുകളും ചില പൊടികളും ചില സ്റ്റാമ്പുകളും, ഞാൻ പറയുന്നു നമ്മുടെ ബോധം നശിപ്പിച്ച് കിട്ടുന്ന പ്ലഷറുകളാണ് നമ്മുടെ സന്തോഷം എന്ന് ധരിക്കുന്ന ആ ലഹരിയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിലാണ് 50 വർഷം മരത്തൈകൾ നട്ടൊരു നാടിനെ, ഇല്ലാത്ത കാടിനെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ മരത്തൈ വളർന്നു കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കാൾ മറ്റൊരു ലഹരിയും എനിക്കില്ല എന്ന് പറയുന്ന ഒരമ്മയുടെ സാന്നിധ്യം. നിങ്ങളുടെ പാഷനെ സംബന്ധിച്ച ഒരു മെസ്സേജ് ഈ വേദിയിൽ പറയാതെ പറയുന്നുണ്ട്. ലവ് വാട്ട് യു ഡു, ഡു വാട്ട് യു ലവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ചെയ്യാനും ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടാനും കായംകുളത്തെ ഈ യുവത തീരുമാനിച്ചാൽ പ്രൗഡ് കായംകുളം ഒരു ഇവന്റിന്റെ പേരായിരിക്കില്ല, അത് നാടിന്റെ മേൽവിലാസമായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും. എനിക്ക് ദീർഘമായി പ്രസംഗിക്കാനില്ല. ഞാൻ സൈതാന്റെയും ഡോക്ടറുടെയും പ്രസംഗം ഞാൻ കേൾക്കായിരുന്നു. അല്പസമയം അവർ നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് സത്യം പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ നിങ്ങൾക്ക് ആലോചിക്കാനും
നിങ്ങൾക്ക് എടുത്തു വെക്കാനും ഓർക്കാനും കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ നമ്മളോട് പറഞ്ഞു. നിങ്ങൾ ലാലേട്ടനെ അറിയില്ലേ? അറിയോ? നിങ്ങൾ മോഹൻലാലിനെ അറിയില്ലേ? അറിയോ ഇല്ലയോ? ഞാൻ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഡോക്ടർ അച്യുത് ശങ്കർ ഇവിടെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ നിങ്ങളോടുണ്ട്. അല്ല, എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം കൂടെ MLA അനുമതിയോടെ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിച്ചപ്പം ഇവിടെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേര് അതല്ലേ പറഞ്ഞു, ആ കുട്ടി രംഗത്ത് വന്ന് ഞാൻ ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് A+ൻ്റെയോ ഇതിൻ്റെ പേരിൽ മാത്രമല്ല, മാർക്കിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ പേരിൽ മാത്രമല്ല. അതിനോട് കൂടെ ഒരു ചെറിയ സംഭവം പുള്ളി മനസ്സിൽ സൂക്ഷിച്ചു, ഒരു എക്സ്ട്രാ ഇനീഷ്യേറ്റീവ്. ഇത്രയും ആളുകൾ A+ ഉള്ളവരുണ്ട്, 1 സ്റ്റെപ്പ് അഹെഡ് ഒരു എക്സ്ട്രാ ഇനീഷ്യേറ്റീവ് കൂടെ എടുക്കാൻ തീരുമാനിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് ചിലപ്പം തെറ്റൊക്കെ പറ്റിയെന്ന് വരും. ആരാ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ? ആരാ നിങ്ങളെ കുറ്റം പറയാൻ? ആരാ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ? ആരാ നിങ്ങളെ കുറ്റം പറയാൻ? ചിലപ്പോൾ ഒരു കാര്യത്തിന് ശ്രമിക്കുമ്പോൾ തെറ്റ് പറ്റിയെന്ന് വരും, പറ്റിക്കോട്ടെ. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഒരു മണ്ടൻ ചോദ്യമായി പോവും, ആയിക്കോട്ടെ. The one who asks a question is a fool for few seconds. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാൾ കുറച്ച് നിമിഷത്തേക്ക് ചിലപ്പം ഒരു വിഡ്ഢിയാണെന്ന് തോന്നും. The one who does not ask is a fool for lifetime. ചോദ്യം ചോദിക്കാത്തവർ ജീവിതകാലം മുഴുവൻ ചിലപ്പം വിഡ്ഢികളായി മാറിയെന്ന് വരാം. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ മടിക്കേണ്ടത് ആരോടാണെങ്കിലും, ആരുടെ മുന്നിലാണെങ്കിലും, ഭരണാധികാരിയുടെയോ മറ്റാരുടെ മുമ്പിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ളവരാണ് കായംകുളത്തിന്റെ യുവത എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കൂടി പാർത്ഥസാരഥിയുമായി നടന്ന ആ ചോദ്യോത്തരത്തിന്റെ കുറച്ച് സെക്കൻഡ്സിന് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് നമ്മുടെ ഇനീഷ്യേറ്റീവിന് ആരും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ആരും നിങ്ങൾക്ക് മാർക്കിടാൻ വന്നവരല്ല. ദിസ് ഇസ് ദ ടൈം വെർ യു ക്യാൻ മേക്ക് മിസ്റ്റേക്സ് വിത്തൗട്ട് റിഗ്രറ്റ്സ്. തെറ്റ് പറ്റിയാൽ പോലും ദാറ്റ് വോണ്ട് കോസ്റ്റ് യു എനിത്തിങ്. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം തെറ്റാണെങ്കിലോ ആ ചോദ്യം അത് അത്ര പ്രസക്തമല്ലെങ്കിലോ ഒന്നും നോബഡി ഈസ് ഗോയിങ് ടു ജഡ്ജ് യു. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരാളുടെ ജഡ്ജ്മെന്റിന് നിങ്ങൾ നിങ്ങുന്നു കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കും സർട്ടിഫിക്കറ്റ്സും മാത്രമല്ല, അറിയുന്നത് പറയാനും അറിയാത്തത് ചോദിക്കാനുമുള്ള ധൈര്യം കൂടിയാണ് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതുള്ളവരായി തന്നെ നിങ്ങൾ വളർന്നു വരണം എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഇഫ് യു ടെൻഡ് ടു മേക്ക് മിസ്റ്റേക്സ്, അതിൽ തെറ്റുകൾ വരികയാണെങ്കിൽ, ഇഫ് യു ഫെയിൽ, നിങ്ങൾ അത്തരം ശ്രമങ്ങളിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ തളർന്നു പോകേണ്ടതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതാണ് സൈത്തേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വേദി തന്നെ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ. 2011 കായംകുളത്താണോ അമ്പലപ്പുഴയിലാണോ? അമ്പലപ്പുഴയിൽ. 2011 അമ്പലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശേഷവും മുമ്പും സംഘടനാ രംഗത്ത് നിന്നിരുന്ന എന്നെപ്പോലുള്ള ആളുകളെ കേൾപ്പി, എന്നെപ്പോലുള്ള ആളുകൾ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2016 കായംകുളത്ത് മത്സരിച്ച ഒരാൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. രണ്ടാമത്തെ പരാജയവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. 2021 അദ്ദേഹം അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ വർഷങ്ങളായിട്ടെടുത്ത് നടത്തിക്കൊണ്ടേയിരുന്നു. ആ 2021 അദ്ദേഹം അവിടെ മത്സരിച്ചു, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. 2026 അമ്പലപ്പുഴ തിരികെ പിടിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അദ്ദേഹമായിരിക്കും അവിടെ സ്ഥാനാർത്ഥി ആവുക എന്നുള്ളത് ഞങ്ങളിൽ പലരും അറിഞ്ഞും അറിയാതെയും ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ സീറ്റ് നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം ഈ പ്രസ്ഥാനം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം കായംകുളത്തേക്ക് 2026 വന്നു നിന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2026 2011 തമ്മിൽ 15 വർഷമുണ്ട്. 15 വർഷവും പരാജിതനായിട്ടും പരിശ്രമങ്ങളിൽ നിന്ന് പുറകോട്ട് പോവാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഉദ്ദേശിക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാൻ തീരുമാനിച്ച ഒരാളാണ് 2026 ഈ മണ്ണിന്റെ സമീപകാല ചരിത്രം തിരുത്തി ഈ നാടിന്റെ MLA മാത്രമല്ല കേരളത്തിന്റെ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രിയായി ഇന്ന് പ്രൗഡ് കായംകുളത്തിന്റെ വേദിയിൽ അഭിമാനത്തോടെ വന്ന് നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു, ദാറ്റ് മസ്റ്റ് ഇൻസ്പയർ യു. ചിലപ്പം സെറ്റ് ബാക്കുകൾ ഉണ്ടാവും ലൈഫിൽ, ചിലപ്പം തിരിച്ചടികൾ ഉണ്ടാവും ലൈഫിൽ. അതിലും മനം മടുക്കാൻ ഇപ്പം അതാ ഈ അറ്റം മുതൽ അങ്ങ് ഇരുന്ന ഈ അറ്റം വരെ ഇരിക്കുന്നതിൽ പലരുടെയും പേരുകൾ നേതൃത്വത്തിന്റെ അറിയാം.
ഈ പദവികളിലേക്കൊക്കെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എത്തുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനവും അവരുടെ നേതൃത്വവും അവരുടെ സാക്രിഫൈസും. ആ യാത്രയിൽ പലപ്പോഴും ജയങ്ങളും തോൽവിയും ഒക്കെ ഉണ്ടാവാം. ബട്ട് മനം മടുക്കാതെ അതിനുവേണ്ടി പരിശ്രമിക്കുമുണ്ടാവുന്ന റിസൾട്ടാണ് ഇന്ന് ഇങ്ങനൊരു വേദിയിൽ നമ്മളെ ഒരുമിച്ചിരുത്താൻ എം ലിജു എന്ന പൊതുപ്രവർത്തകന് കരുത്തായിട്ടുള്ളതെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ലിജു കേരളത്തിന്റെ വകുപ്പ് മന്ത്രിയായതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യവും കാരണവും അദ്ദേഹത്തിന്റെ വീട്ടിലെ സാമ്പത്തിക ശേഷിയല്ല, അദ്ദേഹത്തിന്റെ വീടിനകത്തുണ്ടായിരുന്ന മറ്റൊരു റിസോഴ്സസുമല്ല എന്നുള്ളത് ഉറച്ചു പറയാൻ കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അഭിമാനമുള്ളൊരു അച്ഛനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ പറഞ്ഞ മോഹൻലാൽ ലാലേട്ടനല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ മോഹൻലാൽ ഈ നാട്ടിൻപുറത്തെ ഈ ജില്ലയിലെ ഹരിപ്പാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. ഒരു സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ആ ഒരാൾ അവനവന്റെ പഠനം കൊണ്ട് കിട്ടിയ ഒരു ചെറിയ ജോലിക്ക് പോരുന്ന ഒരാളാണ്. ഒരു പോലീസ്, ഇന്നത്തെ ഭാഷയിൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന അന്നത്തെ പോലീസ് കോൺസ്റ്റബിൾ ആണ്. ആ പ്രവർത്തനത്തിന്റെ ഇടയിലാണ് 87 ഞാൻ കരുതുന്നു അന്ന് കേരളത്തിലെ ഏറ്റവും ചെറുപ്പം കുറഞ്ഞ, ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിമാരിൽ ഒരാളായി കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പ്രിയങ്കരനായ ബഹുമാന്യനായ നേതാവ് ഇന്ന് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിയിൽ നിന്ന് കേരളത്തെ വിമുക്തമാക്കാനുള്ള പോരാട്ടത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ നാടിന്റെ അഭിമാനമായ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നപ്പോ ആ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയുടെ ഗൺമാനായി നിഴല് പോലെ ഒപ്പം നടന്ന് തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്ന മോഹൻലാലിന്റെ മകൻ ലിജു ഇന്ന് അദ്ദേഹത്തോടൊപ്പം അതേ മന്ത്രിസഭയിൽ കേരളത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ റിസോഴ്സസ്. വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയുടെയോ ശേഷിയുടെയോ അവസ്ഥയുടെയോ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിൻ്റെയോ ജീവിക്കുന്ന നഗരത്തിന്റെ പേരിന്റെയോ അണിയുന്ന വസ്ത്രത്തിന്റെ വിലയുടെയോ അണിയുന്ന ചെരുപ്പിന്റെയോ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെയോ ഒന്നിന്റെയും ബേസിസിലല്ല. നിങ്ങളുടെ കമ്മിറ്റ്മെന്റും നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ പാഷനും അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് എന്നുള്ളതിലല്ല യാത്രയുടെ വിജയം. നിങ്ങൾ എവിടെ എത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് യാത്രയുടെ വിജയം. ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു, ഇപ്പൊ നിങ്ങൾ ജേതാക്കളായി ഇവിടുന്ന് അംഗീകാരം വാങ്ങാൻ വന്നവരാണ്. നാളെ ചിലപ്പോൾ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് സെറ്റ് ബാക്കുകൾ ഉണ്ടാവാം, പരാജയങ്ങൾ ഉണ്ടാവാം. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ചെറിയ കാര്യങ്ങൾ, തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും ജീവനും ജീവിതവും കളഞ്ഞുപേക്ഷിച്ചു പോവാൻ നിൽക്കുന്നവരല്ല, അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വരാൻ കെൽപ്പുള്ള ആളുകളാണ് പ്രൗഢ് കായംകുളത്തിന്റെ ഈ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നത്. അവിടെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, ഉത്തരങ്ങൾ തേടേണ്ടി വരും, പറയേണ്ടി വരും, എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, തെറ്റുകൾ വരുത്തേണ്ടി വരും, തിരുത്തേണ്ടി വരും. ഒരു തെറ്റും വരുത്തരുതെന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ആരും ഒന്നിനും വേണ്ടി ശ്രമിച്ചിട്ടില്ല. ശ്രമിക്കുന്നവർക്ക് ചിലപ്പം തെറ്റും പരാജയം ഉണ്ടാവാം. ആ പരാജയത്തിൽ നിന്ന് തിരിച്ചു വന്നവരാണ് ശാശ്വതമായ വിജയത്തിലേക്ക് എത്തുന്നത്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ആൾക്കാർ എപ്പോഴും പറയും സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ? എന്താ ഓപ്പോസിറ്റ്? കായംകുളത്തിന് ഇത്ര ശബ്ദമാണോ ഉള്ളത്? സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താ? ഫെയിലിയർ. നമ്മൾ എപ്പോഴും പറഞ്ഞു പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട സ്റ്റോറി എന്താ? ഫെയിലിയർ ഇസ് എ പാർട്ട് ഓഫ് സക്സസ് സ്റ്റോറി. അത് മറ്റതിന്റെ ഓപ്പോസിറ്റ് അല്ല. അത് വിജയയാത്രയിൽ വിജയത്തിന്റെ ഒരു ഘടകമാണ്, അതൊരു പാർട്ട്ണറാണ്. അതും കൂടെ ചേരുമ്പോഴാണ് വിജയത്തിലേക്ക് എത്താൻ. അങ്ങനെ പറ്റുന്ന ആളുകളാണ്. ഇനി ഞാൻ 2 കാര്യം കൂടെ പറഞ്ഞ പ്രസംഗം നിർത്തുന്നു. ഒന്ന്, എല്ലാവരും പറഞ്ഞു നിങ്ങളുടെ A+നെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ ഇവിടെ ഓണർ ചെയ്യുന്നു എന്നാ ഞങ്ങളൊക്കെ നിങ്ങളോട് പറയാം. ഒരു വിധത്തിൽ ആലോചിച്ചാൽ അങ്ങനെ അല്ല. നിങ്ങളുടെ അച്ചീവ്മെന്റിനെ അല്ല ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ ജേണിയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ യാത്രയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ സ്ട്രഗിളിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ പെയിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ സാക്രിഫൈസിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ കണ്ണീരിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങളുടെ ടെൻഷനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്, നിങ്ങൾ അധികമായി എടുത്ത് ചെലവഴിച്ച സമയത്താണ് ഇവിടെ ഓണർ ചെയ്യുന്നത്. ഇത് മെറിറ്റ് ഡേ അല്ല, ഇത് എഫേർട്ട് ഡേ ആണ്. നിങ്ങളുടെ എഫേർട്സിനെയാണ് ഇവിടെ ഓണർ ചെയ്യുന്നത്. നിങ്ങളുടെ എഫേർട്സിന് നിങ്ങൾക്ക് ഒപ്പം നടന്നവരെയാണ് നിങ്ങളെ ഓണർ ചെയ്യുന്നത്. ഞാനിപ്പോൾ മൊബൈലിൽ കണ്ട ഒരു വാർത്ത, ഒരു മുൻ സന്തോഷ് ട്രോഫി താരത്തിന്റെ വെളിപ്പെടുത്തലാണ് അച്ഛൻ സാറ്. ആ സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട്ടിൽ മൊബൈൽ ഫോൺ ക്യാമറ ചാനലുകൾ ചെന്നിരിക്കുക. കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. പഴയൊരു സന്തോഷ് ട്രോഫി താരത്തിന്റെ വീട് തീ കത്തിയിരിക്കുന്നു. ആ തീ കത്തിയതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അതിന്റെ വേദന. ഞങ്ങൾക്ക് സംശയമുണ്ട്, ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ വീടിന് തീ കൊളുത്തിയത് എന്ന് കണ്ണീരോടെ അച്ഛൻ പറയുന്നതിന്റെ വാർത്ത 5 മിനിറ്റ് മുമ്പ് മൊബൈലിൽ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്.
മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, സാർ എന്താ കാരണം? അവൻ ലഹരിക്ക് അടിമയായി പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നു, അത്തരം ഒരു ഗാങ്ങിൽ പ്രവർത്തിക്കുന്നുവെന്ന് സംശയിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാടിന്റെ സന്തോഷ് ട്രോഫിയുടെ കളി ഇപ്പൊ വേൾഡ് കപ്പിന്റെ കാലം നടന്നുകൊണ്ടിരിക്കുക. മലയാളി വേൾഡ് കപ്പിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് റേഡിയോയിൽ സന്തോഷ് ട്രോഫി ഇവിടെ കമന്ററി കേട്ടിട്ട് IM വിജയനും CV പാപ്പച്ചനും കുരികേഷ് മാത്യുവും അടങ്ങുന്ന അന്നത്തെ കേരള പോലീസ് ടീം ഉൾപ്പെടെയുള്ള ആളുകൾ ഫുട്ബോളിൽ നേടുന്ന ഓരോ ഗോളിനും റേഡിയോ കമന്ററി കേട്ട് ആഹ്ലാദം പങ്കുവച്ചിരുന്ന ഒരു ജനതയുടെ പ്രതിനിധീകരിച്ച് സന്തോഷ് ട്രോഫി കളിച്ച ഒരു താരത്തിന്റെ മകൻ സ്വന്തം വീട് കത്തിച്ചതിന്റെ വേദന ഈ നാട്ടിലെ ആളുകൾക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ, അച്ഛനെയും അമ്മയും കൊല്ലാൻ മടിക്കാത്തവരുടെ പട്ടികയിലേക്ക് ഇത് ഉപയോഗിച്ചതിന്റെ പേരിൽ മക്കളുടെ പെരുമാറ്റം ആയി മാറുന്നതിന്റെ വേദന ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ടെങ്കിൽ, മക്കളാൽ കൊല്ലപ്പെടുന്ന അച്ഛനമ്മമാരുടെ വാർത്ത കേരളത്തിൽ നമുക്ക് വായിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ അറിയണം, ആവർത്തിച്ച് ഞാൻ പറയുന്നു, നമ്മുടെ ബോധം നശിപ്പിക്കുന്ന അത്തരം സബ്സ്റ്റൻസിനെ, അത്തരം ആളുകളെ, അത്തരം പർട്ടിക്കുലേഴ്സ്, അത്തരം കാര്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ചെറുക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായേ പറ്റൂ. ഇവിടെ പാഷനെ പറ്റി പറഞ്ഞല്ലോ, 92ാമത്തെ വയസ്സിലും ഒരു മരത്തൈ നടാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ മനസ്സ്, ആ പച്ചപ്പ് കാണുമ്പോൾ കിട്ടുന്ന ലഹരി ഒരു മയക്കുമരുന്നിനും നൽകാനില്ല. 1, 2, 3 തവണ തോറ്റിട്ടും തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകൻ, നാടിന്റെ ജനപ്രതിനിധിയും ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന് അടുത്ത തലമുറക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഇനീഷ്യേറ്റീവ് ഒരു ചെറു പുഞ്ചിരിയോടെ എടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു ലഹരിയും കിട്ടാനില്ല. ശാസ്ത്രബോധത്തിന്റെ വഴിയെ നടക്കുമ്പോൾ, ഈ തലമുറയെ കാണുമ്പോൾ ആ വഴിയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ തന്റെ സമയവും ആരോഗ്യവും ഇപ്പോഴും ചെലവഴിക്കാൻ കഴിയാവുന്ന ഒരാൾ, ഡോക്ടർ അച്യുത് ശങ്കറിനെ പോലൊരാൾ, ആ പാഷൻ അദ്ദേഹത്തിന് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരു ലഹരിക്കും നൽകാനല്ല. പാട്ടിന്റെ വരിയും അർത്ഥവും വരികളും പാടിയും പറഞ്ഞും നിങ്ങൾക്കൊപ്പം ഈ നാടിനും ഭാവിക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന ഈ വേദിയിൽ സൈത്തേട്ടനെ പോലുള്ള ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രി 12:30 മണിക്ക് കിലിയൻ എംബാപ്പയുടെയും മെറീനയുടെയും സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ആര് ജയിക്കണമെന്ന് രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുമ്പോൾ, നാളെ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ പോരാടുമ്പോൾ അതിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അവിടെ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഒരു ഗോൾ കണ്ടാൽ, ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ കണ്ടാൽ നിങ്ങൾ ടിവിയുടെ മുമ്പിൽ കൊണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ, ഒരു കാര്യം നിങ്ങൾ അറിയണം, അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഒരു പൊടിക്കും നൽകാൻ ഇല്ല എന്ന് ഈ നാട്ടിലെ ചെറുപ്പക്കാർ അറിയുകയും തിരിച്ചറിയുകയും പറയുകയും പറയിപ്പിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം, ഒരു നെസസിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. മകൻ കത്തിച്ച വീടിന്റെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്ന ഒരു അച്ഛന്റെ വാർത്ത ഇന്ന് വൈകുന്നേരം 10 മിനിറ്റ് മുമ്പ് കാണേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു, വലിയൊരു ഫൈറ്റിന്റെ ഭാഗമാവാൻ നിങ്ങളും കൂടെ അണിനിരക്കേണ്ട കാലമാണ്. നിങ്ങൾ വിചാരിച്ചാൽ അതിന് പറ്റും, അത് പറ്റണം. ലഹരിയെ നമുക്ക് തുരത്തണം. ഈ ഫ്യൂച്ചർ, നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങൾ അത് അൺലിമിറ്റഡ് ആണ്. ലോകത്തിന്റെ ഏത് കോണിലേക്കും നിങ്ങളുടെ പ്രതിഭ ഇന്ന് ചെന്നെത്തും. നിങ്ങളുടെ ടാലന്റിനെ ജോഗ്രഫിക്കലി കൺഫൈൻ ചെയ്യാൻ ഒരാൾക്കും സാധിക്കുക. വലിയ ഗോഡ് ഫാദർമാരും പ്ലാറ്റ്ഫോം ഒന്നും വേണ്ട, വീട്ടിൽ വലിയ കാറും സൗകര്യം ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തോ അതിനെ പാഷനോടെ സമീപിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു സുഹൃത്തിൻ്റെ സന്തോഷം, അതിനോട് ചേരാനുള്ള മനസ്സ്, സങ്കടത്തിൽ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ്. ഇപ്പം മെഷീൻ്റെ സാങ്കേതിക വിദ്യയുടെ കാര്യങ്ങളെ പറ്റി ഞാൻ ഇനിയൊന്നും പ്രസംഗിക്കുന്നില്ല, പ്രസംഗം നീണ്ടുപോയി, ഞാൻ അവസാനിപ്പിക്കുന്നു. മെഷീൻ ക്യാൻ തിങ്ക്, ഈ കാലത്ത് മെഷീന് ചിന്തിക്കാൻ പറ്റും, ബട്ട് മെഷീൻ കാൻ ഫീൽ, അല്ലേ? മെഷീന് ചിന്തിക്കാൻ പറ്റും ഇപ്പോൾ, ബട്ട് മെഷീൻ കാൻ ഫീൽ. നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ സാരല്ല കേട്ടോ എന്ന് പറയുന്നത് പറയാൻ ഒരു മെഷീനും ഒരു കാലത്തും ലോകത്ത് സാധിക്കില്ല എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം സാധ്യതകളുടെ കാലമാണ്. അവിടെ ഇമോഷണൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും പരാജയപ്പെട്ടു പോവാതിരിക്കാൻ നിങ്ങൾ വിചാരിച്ച പറ്റും. കാരണം യു ആർ ആർ ഫ്യൂച്ചർ ആൻഡ് ദ ഫ്യൂച്ചർ ഇസ് നൗ. അതാണ് M. ലിജു എന്ന ഈ ജനപ്രതിനിധിയുടെ ഇനീഷ്യേറ്റീവ് ഇന്ന് കായംകുളത്തിന്റെ മണ്ണിൽ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു.